നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയുന്നു എന്നാണ് തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം. പ്രമുഖ നടിയുമായുള്ള നടന് വഴിവെട്ട ബന്ധമാണ് വിവാഹമോചനത്തിന് പേരുപെച്ചെന്ന് സംഗീത വെളിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു കേസ് വന്നത് നടന്റെ പ്രതിച്ഛായയ്ക്കും തിരഞ്ഞെടുപ്പ് ഫലത്തെയും സാരമായി ബാധിക്കുമെന്ന ആശങ്ക ആരാധകർക്കുമുണ്ട്. എന്നാൽ വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്ന ഭാര്യ സംഗീത. അവർ തമിഴ് വംശജയല്ല, ശ്രീലങ്കൻ തമിഴാണ്. നടന്റെ ഗ്ലാമറിൽ ഭ്രമിച്ച് കൊളംബോയിൽ നിന്ന് മദ്രാസിൽ വന്ന് വിജയെ കാണുകയും പരിചയപ്പെടുകയും പ്രണയിക്കുകയും വിവാഹം കഴിക്കുമായിരുന്നു. അതിൽ മുതിർന്ന രണ്ട് മക്കളുണ്ട്. ഇരുവരുടെയും ദാമ്പത്യത്തിന് 27 വയസ്സുണ്ട്. തൃശയുമായി നടനുള്ള ബന്ധമാണ് സംഗീതയുടെ വിവാഹമോചനത്തെ ഒരുങ്ങാൻ കാരണം. ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം വിജയുടെയും തൃഷയുടെയും കുറച്ച് ഗോസിപ്പുകൾ വരാൻ തുടങ്ങി. അതോടെ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് അവസാനിപ്പിച്ചു. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം ലിയോ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. സിനിമ വലിയ വിജയമായി. പക്ഷേ വീട്ടിൽ കാറും കോളുമായി മാറുകയും ചെയ്തു. ഭാര്യ മുഖം വീർപ്പിച്ചു. അവർ വേർപിരിഞ്ഞ് താമസം തുടങ്ങി. ഇപ്പോൾ വിവാഹമോചനത്തിനും ഹർജി കൊടുത്തു. തൃശ്ശോട് മാത്രമല്ല പല നടന്മാരോടും പല കാലങ്ങളിൽ വിജയ്ക്ക് ബന്ധമുണ്ടാകും എന്ന് അതിനുള്ള സകല സാധ്യതകളുമുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രനായിരിക്കും ഭർത്താവെന്ന് ഒരു സിനിമാ നടൻ്റെ ഭാര്യയ്ക്കും ഇന്നത്തെ കാലത്ത് എന്നല്ലെന്ന് എംജിആറിൻ്റെ കാലത്ത് പോലും വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ വിഷയം രാഷ്ട്രീയമാണ്. വിജയ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. സ്റ്റാലിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയ്ക്ക് ഉൾവിളിയുണ്ടായതെന്നും വിവാഹമോചന ഹർജി നൽകിയതും ഒരു സിനിമാ നടിയുടെ പേര് കൂടി അതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കെ.വി. ഗണേഷ് കുമാറിൻ്റെ ജീവിതമാണ്. 2001 രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കന്നി അംഗം മത്സരിക്കാൻ തീരുമാനിച്ച ഉടൻ അദ്ദേഹത്തിന് ആ സമയത്തെ ഭാര്യ വിവാഹമോചന ഹർജി കോടതിയിൽ ഫയൽ ചെയ്തു. ഗണേഷ് കുമാറിന് സിനിമാ സീരിയൽ രംഗത്തുള്ള പല സ്ത്രീകളുമായി ബന്ധമുണ്ടായി എന്നായിരുന്നു ഭാര്യയുടെ ആരോപണം. പരാതി കൊടുത്തവരും കൊടുപ്പിച്ചവരും കരുതിയത് ഇതോടെ ഗണേഷിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോകും എന്നാണ്. പക്ഷേ പത്തനാപുരത്തെ വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രകാശ് ബാബു തോൽക്കുകയും ഗണേഷ് കുമാർ ജയിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ന് വരെ ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടില്ല. വിവാഹമോചന കേസിന് എന്തു പറ്റിയെന്ന് അതിലും വലിയ തമാശയാണ്. ഗണേഷ് മന്ത്രിയായപ്പോൾ ഭാര്യ പരാതി പിൻവലിച്ചു. മന്ത്രിമന്ദിരത്തിൽ താമസമാക്കി. അവർക്ക് ഒരു കുട്ടി കൂടി ജനിച്ചു. കേസ് കൊടുക്കുന്നതിന് മുമ്പ് ദമ്പതികൾക്ക് വേറൊരു കുട്ടിയുണ്ടായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഗണേഷ് മന്ത്രിയായിരിക്കുമ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അത് വിവാഹമോചനത്തിനും ഗണേഷിൻ്റെ രാജിയിലും ചെന്ന് അവസാനിച്ചു എന്ന് കരുതി പത്തനാപുരത്തെ പുള്ളിക്ക് വല്ല കോട്ടവും സംഭവിച്ചോ? ഇല്ല. ഗണേഷിനെ മോശക്കാരനാക്കാൻ ചാണ്ടി ഉമ്മൻ വരെ കോൺഗ്രസ്സുകാർ രംഗത്തിറക്കിയിട്ടുണ്ട്. വിവാഹമോചന ഹർജിയിൽ കൊടുത്തപ്പോൾ ഭാര്യയും സ്റ്റാലിനും എല്ലാം കരുതിയത് വിജയ് ഒരു രാഷ്ട്രീയ ഭാവി തകർക്കുമെന്നാണ്. ഒരിക്കലുമില്ല.